ഓക്കെ, മൊഡ്യൂൾ 3 പാർട്ട് 3 ആണ്. സോ ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് പോർഷനാണ്, ലേയിങ് ഓഫ് സീവേഴ്സ്. ലേയിങ് ഓഫ് സീവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സീവർ പൈപ്പ് ലൈൻസ്, സീവേജ് പൈപ്പ് ലൈൻസ് ഇടുന്ന അത് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട 6 സ്റ്റെപ്സ് ആണുള്ളത്. എന്തൊക്കെയാണ്? സെറ്റിംഗ് ഔട്ട്, അലൈൻമെൻറ്റ് ആൻഡ് ഗ്രേഡിയൻറ്റ്, എക്സ്കവേഷൻ ഓഫ് ട്രഞ്ചസ്, ലേയിങ് ആൻഡ് ജോയിൻറ്റിങ്, then testing of sewers, then at last backfilling. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ്? അതായത് ആദ്യം നമ്മൾ നമ്മുടെ ഇത് ഇടേണ്ട ഭാഗം, അതായത് സീവർ ലൈൻസ് ഇടേണ്ട ഭാഗം സെറ്റ് ഔട്ട് ചെയ്യും. ദെൻ അവിടുത്തെ അലൈൻമെൻറ്റും ഗ്രേഡിയൻറ്റും ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് അവിടുത്തെ എക്സ്കവേഷൻ ചെയ്യണം അല്ലേ? അത് ഇടേണ്ട ഭാഗങ്ങൾ എക്സ്കവേറ്റ് ചെയ്ത് മണ്ണ് മാറ്റി എക്സ്കവേറ്റ് ചെയ്യുക. ദെൻ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ അതിനകത്ത് പൈപ്പ് ലൈൻസ് ഇടും, അതിൻ്റെ ജോയിൻസും മറ്റും ശരിയാക്കും. ദെൻ അറ്റ് ലാസ്റ്റ് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ലീക്സോ എന്തെങ്കിലും പ്രശ്നങ്ങൾ, മറ്റേ ഇപ്പോൾ സെൽഫ് ക്ലീൻസിങ് വെലോസിറ്റി കിട്ടുന്നുണ്ടോ എന്നുള്ളതെല്ലാം ടെസ്റ്റുകൾ ചെയ്യും. എന്നിട്ട് അവസാനം ബാക്ക് ഫില്ല് ചെയ്യും. സീവർ അപ്പർട്ടനൻസസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സീവർ അപ്പർട്ടനൻസസ് ആർ ദോസ് സ്ട്രക്ചേഴ്സ് ഓഫ് സീവറേജ് സിസ്റ്റം വിച്ച് ആർ constructed at a suitable interval and other locations along a sewer line to assist efficient operation and maintenance of the system. അതായത് നമ്മളുടെ ഒരു സീവറേജ് സിസ്റ്റത്തിൽ നമ്മൾ ഓരോ ലൊക്കേഷൻസിലും ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ എന്താ പറയുക, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനും എക്സിക്യൂഷനും മെയിൻ്റനൻസിനും വേണ്ടിയിട്ട് കൊടുക്കുന്ന കുറച്ച് ഫിറ്റിങ്സ്, അതിനെയാണ് ഫിറ്റിങ്സ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ്, അതിനെയാണ് അപ്പർട്ടനൻസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതായത് അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങൾ, അതാണ് അപ്പർട്ടനൻസസിൻ്റെ മീനിങ്. ഓക്കെ, അതിലെന്തൊക്കെയാണ്? ഇൻലെറ്റ്, ക്യാച്ച് ബേസിൻസ്, ക്ലീൻ ഔട്ട്സ്, മാൻ ഹോൾസ്, ഡ്രോപ്പ് മാൻ ഹോൾസ്, ലാമ്പ് ഹോൾസ്, ഫ്ലഷിംഗ് ടാങ്ക്സ്, ഗ്രീസ് ആൻഡ് ഓയിൽ ട്രാപ്സ്, ഇൻവേർട്ടഡ് സൈഫൺസ്, സ്റ്റോം റെഗുലേറ്റേഴ്സ്. അങ്ങനെ ഒരു 10 അപ്പർട്ടനൻസസിനെ പറ്റിയിട്ട് നമ്മൾ അറിയാനുണ്ട്. കാണിച്ചിരിക്കുന്നതാണ് ഇൻലെറ്റ്. ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് ഒരു ഇൻലെറ്റ് സ്ട്രക്ചറാണ്. നമ്മളിപ്പോൾ സീവേജ് കളക്ട് ചെയ്യുന്ന ഭാഗം അല്ലേ? അപ്പോൾ അത് പലതരത്തിൽ കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കൽ ഇൻലെറ്റും ഉണ്ട്, ഹൊറിസോണ്ടൽ ഇൻലെറ്റും ആണ് അതിന് കാണിച്ചിട്ടുള്ളത്. വെർട്ടിക്കൽ ഇൻലെറ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിലാണ് അവിടെ ഇൻലെറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ കർബ് വിത്ത് ഓപ്പണിംഗ് ആയിരിക്കും. അതായത് നമ്മുടെ ഇപ്പോൾ റോഡിൻ്റെയൊക്കെ കർബിൽ ഓപ്പണിംഗ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ റോഡിൽ നിന്നൊക്കെ ഉള്ള റോഡിൻ്റെ ഗ്രേഡിയൻറ്റ് കാരണം ആ റോഡിൽ നിന്നുള്ള വാട്ടർ മറ്റും അതിനകത്തേക്ക് എൻ്റർ ആയിക്കോളും. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുക വിത്ത് എന്താ പറയുക, ഹൊറിസോണ്ടൽ ഇൻലെറ്റ് ആയിരിക്കും. ഹൊറിസോണ്ടൽ ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ മുകളിൽ ഹൊറിസോണ്ടലായിട്ടൊരു കവർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് ഫുട്പാത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ടർ അവിടെ നിന്ന് വന്നിട്ട് ഒഴുകിയിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഈ ഒരു ഗ്രേറ്റിങ്ങിൽ കൂടെ താഴേക്ക് വരും. അത് പിന്നീട് നമ്മുടെ സ്റ്റോം വാട്ടർ ഡ്രെയിനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഇൻലെറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ആൻ ഇൻലെറ്റ് ഈസ് ആൻ ഓപ്പണിംഗ് ത്രൂ വിച്ച് സ്റ്റോം വാട്ടർ ഫ്രം ദ റോഡ്സ് ആൻഡ് ഫുട്പാത്ത് ഈസ് അഡ്മിറ്റഡ് ആൻഡ് കൺവേർഡ് ടു ദ സീവർ. ലൊക്കേഷൻ എന്ന് പറയുന്നത് ദേ ആർ ലൊക്കേറ്റഡ് ബൈ ദ സൈഡ് ഓഫ് ദ റോഡ്സ് അറ്റ് 30 to 60 മീറ്റർ ഇൻ്റർവെൽസ്. നമ്മളൊരു 30 to 60 മീറ്റർ ഇൻ്റർവെല്ലിലാണ് ഇങ്ങനെ ഇൻലെറ്റുകൾ കൊടുക്കുന്നത് റോഡിൽ. ദർ ഷുഡ് ബി സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഇൻലെറ്റ്സ് സോ ദാറ്റ് ദ സ്റ്റോം വാട്ടർ ഈസ് ഇഫക്റ്റീവ്ലി ഡ്രെയിൻഡ് ഇൻ ടു സീവേഴ്സ് വിത്തൗട്ട് കോസിങ് ഫ്ലഡിങ് ഓഫ് ദി റോഡ്സ്. ഓക്കെ, സഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്പർ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയായിട്ട് വാട്ടർ കെട്ടി നിൽക്കുന്ന അവസ്ഥ വരും. പിന്നെ വരുന്നത് ക്യാച്ച് ബേസിൻ ആണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ക്യാച്ച് ബേസിൻ. അതായത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻലെറ്റ്. It is a special type of inlet in which basin is provided which allows grit and sand debris etc. Thus it prevents these matters to enter into the sewer. അതായത് നമ്മളുടെ ഈ സാൻഡ്, അതുപോലെ തന്നെയുള്ള ഗ്രിറ്റ്, ഡെബ്രിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അതായത് കുറച്ചും കൂടെ കനമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാച്ച് ബേസിൻസ് കൊടുക്കുന്നത്. അത് ദിസ് മെറ്റീരിയൽ അലൗസ് ടു എന്താ പറയുക, അതായത് നമ്മൾ അത്തരം കട്ടിയുള്ള സാധനങ്ങൾ നമ്മൾ സീവറിലേക്ക് കടത്തി വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാച്ച് ബേസിൻസ്, അതായത് അതിനെ ക്യാച്ച് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്.
Outlet pipes are usually trapped to prevent escape of the foul gases from the sewers. These basins require periodical cleaning. അതായത് ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് നമ്മളുടെ ക്യാച്ച് ബേസിൻ എയും ബിയും. അതിൽ ഫസ്റ്റത്തേൽ അതായത് ഇപ്പോൾ നമ്മൾ മുകളിൽ ഗ്രേറ്റിങ്സ് ഉള്ളൊരു കവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മളതിന് നമ്മളുടെ സീവറും അതുപോലെ തന്നെയുള്ള എന്താ പറയുക ഒത്തിരി കട്ടിയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് വന്ന് താഴെ വന്ന് അടിഞ്ഞു കിടന്നോളും. പക്ഷേ ബാക്കി സീവർ വാട്ടറുള്ള അതായത് കുറച്ച് ലിക്വിഡ് ഫോമിലുള്ള സീവേജ് എന്ത് ചെയ്യും, ഈ നമ്മളുടെ ട്രാപ്ഡ് ഔട്ട്ലെറ്റിൽ കൂടെ അല്ലെങ്കിൽ ഔട്ട്ലെറ്റിൽ കൂടെ സീവറിലേക്ക് പോകും. അത് 2 ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. ട്രാപ്പുള്ള ഒരു ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുള്ളത് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സാധാരണ രീതിയിലുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്സ് എല്ലാം പഠിക്കുക, വരയ്ക്കാനായിട്ട് എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ ഇതിൻ്റെ എല്ലാം ഫിഗർ. അടുത്തത് വരുന്ന ക്ലീൻ ഔട്ട്ലെറ്റ്സ് ആണ്. ക്ലീൻ ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് ഇപ്പോൾ ഒരു ലാറ്ററൽ സീവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്ലീൻ ഔട്ട്ലെറ്റ് പൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ലാറ്ററലായിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ കൂടെ ഒരു ക്ലീൻ ഔട്ട് പൈപ്പ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്ലീൻ ഔട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മാൻ ഹോൾസ് ആണ്. മാൻ ഹോൾസ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദീസ് ആർ masonry or RCC chambers constructed on sewer lines or drains for providing access to men so that they can attend to inspection, cleaning and maintenance of sewers. ലൊക്കേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ഇപ്പോൾ സീവേജ് നമ്മുടെ ആ സീവർ ലൈനിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കോ ക്ലീനിങ് വർക്കോ ഇൻസ്പെക്ഷനോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു RCC ചേംബർ കൺസ്ട്രക്റ്റ് ചെയ്യും. ഓക്കെ, ആ സീവർ ലൈൻ പോകുന്ന വഴിക്ക് അതിനെയാണ് നമ്മൾ മാൻ ഹോൾസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റഡ് അറ്റ് പോയിൻറ്റ്സ് വെർ സീവർ ടേക്സ് ചേഞ്ച് ഓഫ് അലൈൻമെൻറ്റ് മാറുന്ന ഭാഗം, ഗ്രേഡിയൻറ്റ് മാറുന്ന ഭാഗം, ഡയാമീറ്റർ മാറുന്ന ഭാഗം, അതുപോലെ തന്നെ ജോയിൻറ്റുകൾ വരുന്ന എല്ലാ ഭാഗത്തും. ഇത്തരം ലൊക്കേഷൻസിലാണ് നമ്മൾ മാൻ ഹോൾസ് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം വാരീസ് ഫ്രം 30 to 100 മീറ്റേഴ്സ്. ഒരു 30 മുതൽ 100 മീറ്റർ വരെ ഡിസ്റ്റൻസിൽ നമ്മളിത് കൊടുക്കും. ഏത് നമ്മളുടെ മാൻ ഹോൾസ്. ടൈപ്സ് എന്തൊക്കെയാണ്? ഓർഡിനറി മാൻ ഹോൾ ഉണ്ട്, ഡ്രോപ്പ് മാൻ ഹോൾ ഉണ്ട്. ഓർഡിനറി മാൻ ഹോളിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് മേലെ നമ്മളുടെ റോഡ് ഉണ്ടായിരിക്കും, അവിടെ നിന്ന് ഒരു ആക്സസ് ഷാഫ്റ്റ് ഉണ്ടായിരിക്കും, അവിടെ നിന്ന് ഒരു ഓഫ്സെറ്റ് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ മാൻ ഹോൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അവിടെ സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ടാവും, അങ്ങനെ ലൈനിട്ട് കാണിച്ചിരിക്കുന്ന സ്റ്റെപ്സാണ്. ദെൻ അതിൽ ചവിട്ടിയിട്ട് വേണം നമുക്ക് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതിൽ സീവർ പോകുന്നുണ്ടായിരിക്കും, ആ ഒരു അത് സീവർ പോകുന്നത് നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. അത് റൗണ്ട് കാണിച്ചിരിക്കുന്നത് സീവറാണ്, അതായത് ബ്രാഞ്ച് സീവർ. അതായത് നമ്മളുടെ സാധാരണ ഒരു സീവർ ലൈനായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഒരു ബെഞ്ചിങ് കൊടുത്തിട്ടുണ്ട് അവിടെ. ബെഞ്ചിങ് എന്ന് പറയുന്നത് അതിനവിടെ ഒരു സീറ്റിംഗ് പോലെ കൊടുത്തിരിക്കുന്നതിനെയാണ് ബെഞ്ചിങ് എന്ന് പറയുന്നത്. RCC അല്ല, നമ്മുടെ സാധാരണ കോൺക്രീറ്റ് വിട്ടിട്ടായിരിക്കും ബെഞ്ചിങ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അവിടെ മെയിൻ സീവർ കാണിച്ചിട്ടുണ്ട്, അപ്പുറത്തൊരു മെയിൻ സീവറാണ് താഴെ കൂടെ പോകുന്നത്, മേലെ കൂടെ കാണിച്ചിരിക്കുന്നത് ബ്രാഞ്ച് സീവറാണ്. അത് പോകുന്നത് എക്രോസ് ആയിട്ടാണ് പോകുന്നത്, അതാണ് മനസ്സിലാക്കണം. ഓക്കെ, ക്രോസ് ചെയ്തിട്ടാണ് ആ സാധനം പോകുന്നതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്, സെക്ഷൻ YYയും അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അതിൽ. ഓക്കെ, ഇതാണ് ഡീപ്പ് മാൻ ഹോൾ അല്ലെങ്കിൽ സാധാരണ നമ്മളുടെ ഓർഡിനറി മാൻ ഹോൾ എന്ന് പറയുന്നത്. അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് ആക്സസ് ഷാഫ്റ്റ്, വർക്കിംഗ് ചാമ്പർ, ദെൻ ബോട്ടം അല്ലെങ്കിൽ ഇൻവേർട്ട്, ദെൻ സൈഡ് വാൾസ്, സ്റ്റെപ്സ് ഓർ ലാഡർ, ദെൻ ടോപ്പ് കവർ. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്ന ഡ്രോപ്പ് മാൻ ഹോൾ ആണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു ഡ്രോപ്പ് മാൻ ഹോൾ എന്ന് പറയുന്നത്. 2 സൈഡിലും സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ ഒരു ഇൻസ്പെക്ഷൻ ആമും ബ്രാഞ്ച് സീവറും വെർട്ടിക്കൽ പൈപ്പൊക്കെ കാണിച്ചിട്ടുണ്ട്, മെയിൻ സീവർ കാണിച്ചിട്ടുണ്ട്, വർക്കിംഗ് ചേംബർ കാണിച്ചിട്ടുണ്ട്. ഇത്രയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് വരുന്നത്. ഇനി ഡ്രോപ്പ് മാൻ ഹോളിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. കൺസ്ട്രക്റ്റഡ് വെൻ ബ്രാഞ്ച് സീവർ ഈസ് അറ്റ് എ ഹയർ ലെവൽ ഈസ് ടു ബി ജോയിൻറ്റഡ് ടു ദ മെയിൻ സീവർ അറ്റ് ലോവർ ലെവൽ. അതായത് മെയിൻ സീവർ ലോവർ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹയർ ലെവലിൽ കൂടെ പോകുന്ന ഒരു ബ്രാഞ്ച് സീവറിനെ കണക്ട് ചെയ്യുമ്പോഴാണ് ഡ്രോപ്പ് മാൻ ഹോൾ നമ്മൾ കൊടുക്കുന്നത്. ആ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ദിസ് ഈസ് ഡൺ ബൈ പ്രൊവൈഡിങ് എ വെർട്ടിക്കൽ ഡ്രോപ്പ് പൈപ്പ് ഔട്ട്സൈഡ് ദ മാൻ ഹോൾ so that the sewage from an inlet sewer at a higher level is dropped through this pipe to the floor level. അതായത് by providing a vertical drop pipe
ഔട്ട്സൈഡ് ദ മാൻഹോൾ. മാൻഹോളിൻ്റെ പുറത്തുനിന്ന് നമ്മളൊരു വെർട്ടിക്കൽ പൈപ്പ് കൊടുത്തിട്ട്, വെർട്ടിക്കൽ ഡ്രോപ്പ് പൈപ്പ് കൊടുത്തിട്ട് അതിനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായതാണ് വെർട്ടിക്കൽ പൈപ്പ്, ഇവിടെ കാണിച്ചിരിക്കുന്ന വെർട്ടിക്കൽ പൈപ്പ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ആ ഒരു പൈപ്പ് കൊടുത്തിട്ട് അതിനെയാണ് നമ്മൾ മെയിൻ സീവറായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. അതർവൈസ് ദ സീവേജ് വിൽ സ്പ്ലാഷ് ഓൺ ദി മാൻ വർക്കിംഗ് ഓൺ ഇൻസൈഡ് ദി മാൻഹോൾ. അങ്ങനെ അല്ലാതെ നമ്മൾ നേരിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്ക് എന്ത് സംഭവിക്കും? അയാളുടെ മേത്തേക്കായിരിക്കും ഈ സീവേജ് വന്ന് വീഴുന്നത്, അല്ലേ? അതർ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ആർ സിമിലർ ടു ദാറ്റ് ഓഫ് ദി ഓർഡിനറി മാൻഹോൾ. സാധാരണ ഇതുപോലെ തന്നെയാണ് ബാക്കി വർക്കിംഗ് കമ്പോണൻസ് എല്ലാം അതിന് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് മാൻഹോൾസും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട്, അതായത് വ്യത്യാസം മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ലാമ്പ് ഹോൾ ആണ്. ലാമ്പ് ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഓപ്പണിംഗ് കൺസ്ട്രക്റ്റഡ് ടു ജോയിൻ എ ഹോൾ ഇൻ ദ സീവർ ആൻഡ് ദി ഗ്രൗണ്ട് ഫോർ പർപ്പസ് ഓഫ് ലോവറിംഗ് എ ലാമ്പ് ഇൻസൈഡ് ദ സീവർ. അതായത് സീവറിലേക്ക് ഒരു ലാമ്പ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയൊരു ഓപ്പണിംഗ് ആണ്. കൺസിസ്റ്റ് ഓഫ് ഐദർ വെർട്ടിക്കൽ കോൺക്രീറ്റ് ഓർ സ്റ്റോൺ വെയർ പൈപ്പ് കണക്റ്റഡ് ടു ദ സീവർ ത്രൂ എ ടീ ജോയിൻറ്റ്. മാൻഹോൾ കവർ വിത്ത് suitable opening frame is provided on its top and take up the load of the traffic. അതായത് അതിൻ്റെ മുകളിൽ നമ്മളൊരു മാൻഹോൾ കവറൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് നല്ല സ്ട്രെങ്ത് ഒക്കെ ഉള്ളതായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീ ജോയിൻറ്റ് വെച്ചിട്ട്, ടീ ജംഗ്ഷൻ വെച്ചിട്ടാണ് അത് നമ്മൾ സീവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഒന്നുകിൽ ഒരു എന്താ പറയുക, നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഒരു പൈപ്പായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോൺ വെയർ പൈപ്പായിരിക്കാം കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. ഇൻസ്പെക്ഷൻ, ഫ്ലഷിംഗ്, വെന്റിലേഷൻ, ഈ മൂന്നെണ്ണമാണ് നമ്മളുടെ ലാമ്പ് ഹോളിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫ്ലഷിംഗ് ടാങ്ക്സ് ആണ്. ഫ്ലഷിംഗ് ടാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് ദി വാട്ടർ റൈസസ് ഇൻ ദ ടാങ്ക് സം എയർ ഈസ് ട്രാപ്ഡ് ഇൻ ദ ബെൽ ആൻഡ് ഫർദർ റൈസ് ഇൻ വാട്ടർ ലെവൽ കംപ്രസസ് ദി എയർ ഇൻസൈഡ്. വെൻ ദ വാട്ടർ ലെവൽ റീച്ചസ് ദ ഡിസ്ചാർജ് ലെവൽ, സൈഫോണിക് ആക്ഷൻ starts automatically and water quickly released into the sewer. When the water level falls below the sniff hole, air enters into the bell and the flushing action automatically stops. This process repeatedly and periodically as per the design. അതായത് ഇവിടെ ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫ്ലഷ് ടാങ്ക് എന്ന് വിളിക്കുന്നത്. ഒരു ഓട്ടോമാറ്റിക് ഫ്ലഷ് ടാങ്ക് ആണ്. അതായത് ഇവിടെ വാട്ടർ സപ്ലൈ, നമ്മളതിൻ്റെ ബെല്ല് കാണുന്നുണ്ട് അല്ലേ, സാധാരണ ഫ്ലഷിംഗ് ആക്ഷൻ തന്നെയാണ്. അതായത് നമ്മളിവിടെ വാട്ടർ ലെവല്, ഡിസ്ചാർജ് ലെവല് എത്തുന്ന സമയത്ത്, അതായത് നമ്മളുടെ ഈ ബെല്ലിനകത്ത് കുറച്ച് എയർ ട്രാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ വാട്ടർ എന്താ പറയുക, പിന്നീട് കൂടുന്തോറും, വാട്ടറിൻ്റെ ലെവൽ കൂടുന്തോറും ആ എയർ എന്ന് പറയുന്നത് കംപ്രസ്ഡ് ആവും. കംപ്രസ്ഡ് ആയി കഴിഞ്ഞിട്ട് വാട്ടർ ലെവൽ ഡിസ്ചാർജ് ലെവലിൽ എത്തുന്ന സമയത്ത് ഈ സൈഫോണിക് ആക്ഷൻ വഴി എന്ത് ചെയ്യും, വാട്ടർ നമ്മുടെ സീവറിലേക്ക് ക്വിക്കായിട്ട് റിലീസാവും. അങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ടാവും, വാട്ടർ ലെവൽ സ്നിഫ് ഹോളിൽ താഴും. എന്നിട്ട് എന്ത് സംഭവിക്കും, എയർ ബെല്ലിലേക്ക് തിരിച്ചു കയറും. അപ്പോൾ എന്ത് പറ്റും, ഈ സാധനം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും. ഫ്ലഷിങ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എന്താ പറയുക, ക്ലീനിങ് തന്നെയാണ് ഫ്ലഷിങ്ങിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഗ്രീസ് ആൻഡ് ഓയിൽ ട്രാപ്സ് ആണ്. ഗ്രീസ് ആൻഡ് ഓയിൽ ട്രാപ്സ് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. അതായത് ഗ്രീസി ആൻഡ് ഓയിലി ആയിട്ടുള്ള മാറ്റർ ഉണ്ടായിരിക്കും ഇല്ലേ, അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദീസ് ട്രാപ്സ് ആർ ലൊക്കേറ്റഡ് നിയർ ദി സോഴ്സസ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ഓയിൽ ആൻഡ് ഗ്രീസ് ടു ദി സീവർ. അപ്പോൾ സീവറിലേക്ക് ഓയിലും ഗ്രീസും അടങ്ങിയിട്ടുള്ള മാറ്റർ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ ഗ്രീസ് അല്ലെങ്കിൽ ഓയിൽ ട്രാപ്സ് കൊടുക്കുന്നത്. കൺസിസ്റ്റ് ഓഫ് 2 chambers ഇന്റർ കണക്റ്റഡ് ത്രൂ എ പൈപ്പ്. 2 ചേംബർ ഉണ്ടായിരിക്കും, ഒരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻലെറ്റ് വിത്ത് ഗ്രേറ്റിംഗ്സ് ഈസ് പ്രൊവൈഡഡ് ജസ്റ്റ് നിയർ ദി ടോപ്പ്. അതായത് ഒരു ഗ്രേറ്റിംഗ് ഉള്ള സാധാരണ പോലെ തന്നെ ഒരു ടോപ്പിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഔട്ട്ലെറ്റ് ഈസ് പ്രൊവൈഡഡ് സബ്മേർജ്ഡ് അറ്റ് അബൌട്ട് 0.6 meter എബവ് ദി ബോട്ടം ഓഫ് ദി ട്രാപ്പ്. അതായത് അതിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് സബ്മേർജ് ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്ങനെ, 0.6 meter എബവ് ദി ബോട്ടം ഓഫ് ദി ട്രാപ്പിനേക്കാളും 0.6 meter മേലെയായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. സിൻസ് ദ ഓയിൽ ആൻഡ് ഗ്രീസ് ആർ ലൈറ്റർ ദാൻ വാട്ടർ, ദേ വിൽ ഫ്ലോട്ട് ഓൺ ദി സർഫസ് ആൻഡ് കനോട്ട് എൻ്റർ ഇൻ ടു ദി ഔട്ട്ലെറ്റ്. അതായത് ഇപ്പോൾ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താണ് ഔട്ട്ലെറ്റ് കാണിച്ചിട്ടുണ്ട്, ഇൻലെറ്റ് വിത്ത് ഗ്രേറ്റിംഗ്സ് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ കൂടെ നമ്മളുടെ ഇൻലെറ്റിൽ കൂടെ ആ ഒരു മാറ്റർ വന്നിട്ട് അതെന്ത് ചെയ്യും,
ഗ്രീസി ആൻഡ് ഓയിലി ആയിട്ടുള്ള ഭാഗങ്ങൾ അവിടെ തന്നെ മുകളിൽ തന്നെ റിമൈൻ ചെയ്യും. പക്ഷേ വാട്ടറി ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മളുടെ ഈ ഒരു പൈപ്പിൽ കൂടെ വന്നിട്ട് ഇപ്പുറത്തെ ടാങ്കിലേക്ക് വരും. അത് ഔട്ട്ലെറ്റിൽ കൂടെ പോവുകയും ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇൻവേർട്ടഡ് സൈഫൺസ് ആണ്. ഇൻവേർട്ടഡ് സൈഫൺസ് എന്ന് പറയുന്നത് when a sewer line dips below the hydraulic gradient line, it is called ഇൻവേർട്ടഡ് സൈഫൺസ് ആണ്. അതായത് നമ്മളുടെ ഇപ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിനേക്കാളും താഴെ കൂടെ നമ്മളുടെ സീവർ ലൈനിന് പോവേണ്ട സിറ്റുവേഷൻസ് വരും. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റെയിൽവേ ട്രാക്കോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ വാട്ടർ കോഴ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് താഴത്തു കൂടെ പോകുന്ന ഒരു അവസ്ഥ വരും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സീവറിൽ കൂടെ സീവേജ് പോകുന്നത് അണ്ടർ പ്രഷർ ആയിരിക്കും. ദെൻ അതിനൊരു ഔട്ട്ലെറ്റ് ചാമ്പറും ഇൻലെറ്റ് ചാമ്പറും അതുപോലെ തന്നെ മോർ ദാൻ 1 CI അല്ലെങ്കിൽ എന്താ പറയുക കോൺക്രീറ്റ് പൈപ്പ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്തുള്ള ഓപ്പറേഷനും മെയിൻ്റനൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ തന്നെ അവിടുത്തെ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 m/s ആയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ സെൽഫ് ക്ലെൻസിങ് മറ്റേ നമുക്ക് അവിടെ ഡെപ്പോസിഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കണ്ടറിയാമല്ലോ, ഫ്ലാറ്റ് ആയിട്ടുള്ള ലെങ്ത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ വേണം ഈ ഒരു പൈപ്പ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഒറ്റ പൈപ്പായിട്ട് കൊടുക്കില്ല, ഒരു മോർ ദാൻ 1 or 2 പൈപ്പ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. P1 P2 P3 ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് സ്റ്റോം റെഗുലേറ്റേഴ്സ് ആണ്. സ്റ്റോം റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് അറേഞ്ച്മെൻറ്റ് ഡൈവേർട്സ് എക്സസ് സ്റ്റോം വാട്ടർ ഇൻ ദ കേസ് ഓഫ് കമ്പൈൻഡ് സീവർ. അതായത് നമ്മളുടെ ഇപ്പോൾ എക്സസ് സ്റ്റോം വാട്ടർ വരുന്ന കേസിൽ വരില്ലേ, ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു സ്റ്റോം റെഗുലേറ്റേഴ്സ് കൊടുക്കുന്നത്. അതായത് ഇത് കമ്പൈൻഡിലാവുമ്പോൾ നമ്മൾ സീവേജും അതുപോലെ തന്നെ സ്റ്റോം വാട്ടറും ഒരേ ഇതിലല്ലേ പോകുന്നത്. അപ്പോൾ ആ ഒരു കേസിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോം റെഗുലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സസ് സ്റ്റോം വാട്ടർ മേ ബി ഡിസ്ചാർജ്ഡ് ഇൻ ടു ദി നിയർ ബൈ സ്ട്രീം ഓർ ഇൻ ടു ദി പാർഷ്യലി സെപ്പറേറ്റ് സീവർ. അതാണ് നമ്മുടെ സ്റ്റോം റെഗുലേറ്റേഴ്സ് ചെയ്യുന്നത്. ടൈപ്സ് ഏതൊക്കെയാണ്? ഓവർഫ്ലോ വെയർ ഉണ്ട്, ലീപ്പിംഗ് വെയർ ഉണ്ട്, സൈഫൺ സ്പിൽവേ ഉണ്ട്. അതാണ് 3 ടൈപ്പ് വരുന്നത്. അതിൽ സ്റ്റോം റെഗുലേറ്റേഴ്സിൽ അതാ നോക്കി കഴിഞ്ഞാൽ കാണാം, സാനിറ്ററി സീവർ കാണിച്ചിട്ടുണ്ട്, സ്റ്റോം വാട്ടർ ആൻഡ് സാനിറ്ററി ഫ്ലോ ഉണ്ട്. അതിൽ എക്സസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഔട്ട്ഫാളിലേക്ക് പോവും. ദെൻ കർവ്ഡ് വെയർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അതാണ് ഓവർഫ്ലോ വെയർ. സിംഗിൾ ഓവർഫ്ലോ വെയറും കാണിച്ചിട്ടുണ്ട്. എക്സസ് വരികയാണെന്നുണ്ടെങ്കിൽ അതവിടെ എക്സസ് ഉള്ളത് അപ്പുറത്തേക്ക് പോവും. ദെൻ സ്റ്റോം റെഗുലേറ്റേഴ്സിൽ നെക്സ്റ്റ് ലീപ്പിംഗ് വെയർ ആണ്. ലീപ്പിംഗ് വെയർ എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കമ്പൈൻഡ് സീവർ ഹൈ ലെവൽ ഡ്യൂറിങ് സ്റ്റോമും DWF അതായത് ഡ്രൈ വെതർ ഫ്ലോയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എക്സസ് വരുന്ന സമയത്ത് അവിടെ ഒരു അഡ്ജസ്റ്റബിൾ പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സസ് വരുന്നത് സ്ട്രീമിലേക്കോ റിവറിലേക്കോ കൊടുക്കാം. പിന്നെ വരുന്നത് സ്റ്റോം റെഗുലേറ്റേഴ്സ് ആണ്. സ്റ്റോം റെഗുലേറ്റേഴ്സിൽ അടുത്തത് വരുന്നത് സൈഫൺ സ്പിൽവേ ആണ്. സൈഫൺ സ്പിൽവേ എന്ന് പറഞ്ഞാൽ സൈഫോണിക് ആക്ഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കമ്പൈൻഡ് സീവർ അവിടെ കാണിച്ചിട്ടുണ്ട്, എയർ ട്രാപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എന്താവും, എക്സസ് ആയിട്ടുള്ള വാട്ടർ വരുന്ന സമയത്ത് എയർ ട്രാപ്പിൽ എയർ വന്നിട്ട് കംപ്രസ്ഡ് ആവും. സൈഫോണിക് ആക്ഷൻ വഴി വാട്ടർ ഫ്ലഷ് ചെയ്ത് അപ്പുറത്തെ ഓവർഫ്ലോ ചാനലിലേക്ക് പോകും. പിന്നെ വരുന്നത് സീവേജ് പമ്പിംഗ് ആണ്. നെസസിറ്റി ഓഫ് സീവേജ് പമ്പിംഗ്. എന്താണ് സീവേജ് പമ്പിങ്ങിൻ്റെ നെസസിറ്റി എന്നുള്ളത് നോക്കാം. പമ്പിംഗ് ഓഫ് സീവേജ് കനോട്ട് ബി അവോയ്ഡഡ് വെയർ ദ ഫ്ലോ ഫ്രം ദി ലോവർ ലെവൽ ടു ദി ഹയർ ലെവൽ. അതായത് ഇപ്പോൾ നമ്മൾ ഫ്ലോ എന്ന് പറയുന്നത് ചെറിയ താഴത്തു നിന്ന് മുകളിലേക്കുള്ള ലെവലിലേക്കാണെങ്കിൽ നമുക്കവിടെ പമ്പിങ് ഇല്ലാതെ പറ്റില്ല, അല്ലേ? അത് തന്നെ പോവില്ലല്ലോ. ദ ഡെപ്ത് ഓഫ് കട്ടിംഗ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഡിസൈർഡ് ഗ്രേഡിയൻറ്റ് ഈസ് ലാർജ്. അതായത് നമുക്കിപ്പോൾ അവിടെ ഒരുപാട് ഡെപ്ത് കട്ട് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ, അതായത് എക്സ്കവേറ്റ് ചെയ്തേണ്ടി വരുന്ന സമയത്ത്, ഡിസൈർഡ് ഗ്രേഡിയൻറ്റിനേക്കാളും കൂടുതലായിട്ട് വരുന്ന സമയത്ത്. പിന്നെ നാച്ചുറൽ ടോപ്പോഗ്രഫി ഓഫ് ദ ഗ്രൗണ്ട് മെ നോട്ട് ബി ഫേവറബിൾ ടു ലൊക്കേറ്റ് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ എഫ്ലുവൻറ്റ് ഫ്ലോസ് ഫ്രം വൺ യൂണിറ്റ് ടു ദി അതർ യൂണിറ്റ് ബൈ ഗ്രാവിറ്റി. അവിടെ ഗ്രാവിറ്റി ആക്ഷൻ ഇല്ലാതെ വരുന്ന കേസിൽ, അപ്പം ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്ന കേസ് അവിടെ നമുക്ക് ഒട്ടും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിലാണ് നമുക്ക് പമ്പിങ് അത്യാവശ്യമായിട്ട് വരുന്നത്. അൺലെസ് ആൻഡ് അതർവൈസ് ദ പമ്പിങ് ഓഫ് സീവേജ് ഹാസ് ടു ബി അവോയ്ഡഡ്. ഇത്തരം കേസുകളൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പമ്പിങ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇനി
ഇതാണ് ഒരു പമ്പിംഗ് സ്റ്റേഷൻ ക്രോസ് സെക്ഷൻ വൃത്തിയായിട്ട് പഠിക്കണം. അതിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ഫ്ലോട്ട് ഓപ്പറേറ്റഡ് സ്വിച്ച്, ദെൻ അതാണ് 1 കാണിച്ചിട്ടുള്ളത്. ഫിഗർ നമ്പർ 1 ആണ്. അതുപോലെ 2 മാൻഹോൾ കവറാണ്, 3 ഫ്ലോട്ടാണ്, 4 സ്റ്റെപ്സ് ആണ്, ദെൻ 5 സക്ഷൻ പിറ്റാണ്, ദെൻ 6 സക്ഷൻ പൈപ്പാണ്, 7 പമ്പാണ്, 8 മോട്ടറാണ്, 9 ഫൂട്ട് വാൽവ് ആണ്, 10 ടു ഗ്രാവിറ്റി സീവറാണ്, ദെൻ 11 എമർജൻസി എക്സിറ്റ് പൈപ്പാണ്, ദെൻ 12 എന്ന് പറയുന്നത് വെറ്റ് വെല്ലാണ്, 13 എന്ന് പറയുന്നത് ഡ്രൈ വെല്ലാണ്. അതിൽ ഓരോന്നും എന്താണെന്നുള്ളത് കമ്പോണൻസ് ഓഫ് പമ്പിംഗ് സ്റ്റേഷൻ ഓരോന്നുള്ളതും പറയാം. അതായത് അവിടുത്തെ സമ്പ് വെൽ അല്ലെങ്കിൽ വെറ്റ് വെൽ എന്ന് പറയുന്നത് സീവേജ് ഫ്രം ദ ലോ ലെവൽ ഈസ് കളക്റ്റഡ് ഇൻ ദിസ് വെൽ. ഇറ്റ് ഷുഡ് ഹാവ് എ കപ്പാസിറ്റി ഓഫ് 30 minute ആവറേജ് ഡ്രൈ വെതർ ഫ്ലോ. ഇറ്റ് ഈസ് provided with a manhole and steps. The sewage is first made free from the grit and floating matters by screening and further sedimenting the detritus tank so that these solids will not interfere with the functioning of the pump. അതായത് സമ്പ് വെൽ അല്ലെങ്കിൽ വെറ്റ് വെൽ എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ലെവലിൽ നിന്നുള്ള സീവറിൽ നിന്നുള്ള സീവേജ് കളക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഗ്രിട്ടും ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് ആണ് പമ്പിംഗ് സ്റ്റേഷനിലേക്ക് വിടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് പമ്പിംഗ് സ്റ്റേഷനിൽ കൂടുതൽ ബ്ലോക്ക്സ് ഉണ്ടാക്കാനായിട്ട് നോക്കും. പിന്നെ വരുന്ന ഡ്രൈ വെല്ലാണ്. ഡ്രൈ വെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പമ്പ് റൂം എന്ന് പറയും. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബൈ ദ സൈഡ് ഓഫ് ദി സമ്പ് വെല്ലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡ്രൈ വെല്ലുള്ളത്. There should be enough working space for accommodating the pump and other machinery. പമ്പും മറ്റു മെഷീനറീസും ഒക്കെയാണ് അവിടെ ഉണ്ടാവുക. Then motor room എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ situated above the pump room and accommodates electric motor which runs the pump. Then rising main ഉണ്ട്. The sewage after pumping is taken into gravity sewer located at a higher level. The rising main may be made up of cast iron pipes. The velocity should not be less than 750 mm/second. Emergency exit pipe ഉണ്ട്. If by some reason the sump overflows, excess is diverted through the exit pipe as a safety measure in case of emergency. Next വരുന്നത് ഓട്ടോമാറ്റിക് സ്റ്റാർട്ടർ ആണ്. It helps in starting the pump automatically when the level of sewage in wet well rises beyond the predefined level. This is achieved by a float operated switch arrangement. When the level of the sewage falls, the float also moves down and the switch is stopped. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് ഒരു ഫ്ലോട്ട് സ്വിച്ച് കാണിച്ചിട്ടുണ്ടല്ലോ അതിൽ. അതായത് അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പമ്പ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നമ്മുടെ വെറ്റ് വെല്ലിൽ സീവേജ് നിറഞ്ഞു വരുന്ന സമയത്ത് അതിലൊരു പ്രീ ഡിഫൈൻഡ് ലെവൽ ഉണ്ടായിരിക്കും. അതിന് മുകളിലേക്ക് റൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, നമ്മളുടെ പമ്പ് വർക്ക് ചെയ്ത് തുടങ്ങണം ഓട്ടോമാറ്റിക്കായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടർ കൊടുക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലോട്ട് ഓപ്പറേറ്റഡ് സ്വിച്ച് അറേഞ്ച്മെൻ്റ് ആണുള്ളത്. അപ്പോൾ അതിൽ ആ ഒരു ലെവൽ താഴുന്ന സമയത്ത് എന്തുണ്ടാവും, ഫ്ലോട്ട് താഴത്തേക്ക് വരും, സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യും. Okay, sluice valves are installed to control the flow of sewage. Reflex valves are fitted next to the pump, allowing sewage only in one direction. Air valves are provided summits to prevent the airlocks. Then flow records ഉണ്ടായിരിക്കും. These are installed to measure the rate of pumping of the sewage. Records may be in form of venturi meters, orifice meters, weighers and notches. അതായത് നമ്മളുടെ അതിൻ്റെ അടുത്ത ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ. പിന്നെ പമ്പിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കും. സ്യൂട്ടബിൾ മോട്ടർ ആൻഡ് പമ്പ് ഈസ് റിക്വയർഡ് ടു പമ്പ് ദ സീവേജ്. ടോട്ടൽ പവർ റിക്വയർഡ് ഫോർ pumping is divided into smaller units so that each can be separated during minimum flow, average flow and maximum flow. There should be 50% standby. Okay, അടുത്തത് വരുന്നത് ടൈപ്സ് ഓഫ് പമ്പ്സ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള, നിങ്ങൾ ഹൈഡ്രോളിക്സിലൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോഗേറ്റിംഗ് പമ്പ്, ന്യൂമാറ്റിക് ഇജക്ടേഴ്സ് അല്ലെങ്കിൽ ഷോൺ ഇജക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഷോൺസ് ന്യൂമാറ്റിക് ഇജക്ടർ എന്ന് പറയുന്നത്. ഇതാണ്
റൈസിങ് മെയിൻ ഉണ്ട്, ഔട്ട്ലെറ്റ് കാണിച്ചിട്ടുണ്ട് അവിടെ, എൻട്രൻസ് വാൽവ്, കംപ്രസ്ഡ് എയർ, ലിവർ അറേഞ്ച്മെൻറ്റ്, സ്പിൻഡിൽ, ബെല്ല്, കപ്പ്, അതിൻ്റെ ബോഡി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് സീവേജ് ആണ്. കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് സീവേജ് എന്ന് പറയുന്നത് സീവേജ് കണ്ടെയ്ൻസ് ഓൾമോസ്റ്റ് 99.9% വാട്ടർ ആൻഡ് 0.1% സോളിഡ്സ്. 99% വാട്ടർ തന്നെയാണ്, 99.9% വാട്ടറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരു ലിക്വിഡ് ഫോമിലുള്ള വേസ്റ്റാണ് നമ്മൾ സീവേജ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഒരിക്കലും സോളിഡിനെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 0.1% ആണ് സോളിഡ്സ് ഉണ്ടായിരിക്കാം. സോളിഡ് എന്ന് പറയുമ്പോൾ അതിൽ ഓർഗാനിക് മാറ്റർ, ഇനോർഗാനിക് മാറ്റർ, ലിവിങ് ഓർഗാനിസംസ്, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മാറ്റർ മേ ബി ഇൻ ഡിസോൾവ്ഡ്, സസ്പെൻഡഡ് ഓർ ഇൻ കൊളോയിഡൽ സ്റ്റേറ്റ്. ഡിസോൾവ്ഡ് ആയിരിക്കാം, സസ്പെൻഡഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊളോയിഡൽ സ്റ്റേറ്റിലായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. ദിസ് സ്മോൾ പോർഷൻ ഓഫ് സോളിഡ്സ് പ്രസൻറ്റ് ഇൻ സീവേജ് പോസ് ത്രെറ്റ് as they are offensive in nature, undergo changes by biodegradation, cause nuisance and pollution. ഈ ഒരു ചെറിയ പോർഷൻ എന്ന് പറയുന്നത് 0.1% ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇത് എന്ന് പറയുന്നത് നമ്മുടെ സീവേജിന് എന്ത് പറ്റും, ഒരു ന്യൂയിസൻസ് ആക്കി മാറ്റാനായിട്ട് ഇതിനെക്കൊണ്ട് പറ്റും. ഓക്കെ, an understanding of characteristics of sewage is essential in planning, design and operation of treatment and disposal facilities. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളുടെ സ്ട്രെങ്ത് ഓഫ് സീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത്. മിക്കവാറും 2 മാർക്സ് ക്വസ്റ്റ്യൻസിലൊക്കെ കാണുന്നതാണ്, ചിലപ്പോൾ 6 മാർക്സിനും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാറുണ്ട്. സ്ട്രെങ്ത് ഓഫ് സീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ടു പ്രൊഡ്യൂസ് ന്യൂയിസൻസ് ടു ദ മാൻ ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ്. അതായത് ആ ഒരു സീവേജിന് നമ്മളുടെ മൊത്തത്തിൽ എന്താ പറയുക, നമ്മുടെ സൊസൈറ്റിക്കോ നമ്മളുടെ എൻവയോൺമെൻറ്റിനോ എന്തുമാത്രം ന്യൂയിസൻസ്, എന്തുമാത്രം ശല്യം ഉണ്ടാക്കാൻ പറ്റുന്നു, അതാണ് അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, സ്ട്രെങ്ത് ഓഫ് സീവേജ് ഈസ് ദി എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ ദി സീവേജ്. അതിനകത്ത് ഉള്ള ഓർഗാനിക് മാറ്ററിൻ്റെ കോൺസെൻട്രേഷനെ അല്ലെങ്കിൽ എമൗണ്ടിനെയാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് സീവേജ് എന്ന് വിളിക്കുന്നത്. ന്യൂയിസൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ് mainly due to the oxidizable organic matter and of course due to some other pollutants. ചില പൊല്യൂട്ടൻസ് അതുപോലെ തന്നെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക ഓർഗാനിക് മാറ്ററുമാണ് ന്യൂയിസൻസ് ഉണ്ടാക്കുന്നത്. ഓർഗാനിക് മാറ്റർ ഈസ് അൺസ്റ്റേബിൾ ഇൻ നേച്ചർ. ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് unstable ആണ്, which undergoes putrefaction and this process produces very bad odor and causes insanitary and unhealthy environment. Organic matter എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്, അതിന് ഓക്സിഡേഷൻ സംഭവിക്കും, പുട്രിഫിക്കേഷൻ സംഭവിക്കും, അതായത് ജീർണിക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ഡിപ്പെൻഡിങ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ ദി സീവേജ്, സ്ട്രെങ്ത് ഓഫ് സീവേജ് ഈസ് ക്ലാസിഫൈഡ് ആസ് സ്ട്രോങ്, മോഡറേറ്റ് ആൻഡ് ലോ. ഇതിൽ ആ ഒരു കോൺസെൻട്രേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സീവേജിനെ സ്ട്രോങ്, മോഡറേറ്റ്, ലോ എന്നിങ്ങനെ സ്ട്രെങ്ത്തിനെ നമുക്ക് ചെയ്യാൻ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി സാമ്പിളിംഗ് ഓഫ് സീവേജ് എങ്ങനെയാണ് സാമ്പിളിംഗ് ചെയ്യുന്നത്? സാമ്പിൾസ് ആർ കളക്റ്റഡ് അറ്റ് വേരിയസ് ഡെപ്ത് ആൻഡ് അറ്റ് ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ് ഓഫ് ദി ടൈം. ഹാഫ് അവർലി ഓർ അവർലി കളക്ഷൻ, ഒന്നുകിൽ അരമണിക്കൂറിലെടുക്കാം അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലെടുക്കാം. സാമ്പിൾസ് ആർ ടേക്കൺ ബിനീത്ത് ദ സർഫസ് വെർ പാർട്ടിക്കിൾസ് ആർ മിക്സഡ് ഡ്യൂ ടു ടെർബുലൻസ്. ഏതാണ്ടൊരു ശരിക്കൊരു ടെർബുലൻസ് വരുന്ന ഭാഗത്തു നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അതായത് അപ്പോൾ അവിടെ ഏകദേശം എല്ലാ മാറ്റേഴ്സും ഉണ്ടായിരിക്കും. ഗ്രാബ് സാമ്പിളിംഗ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ഗ്രാബ് സാമ്പിൾസ് ആർ കളക്റ്റഡ് അറ്റ് എ ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ് ഇൻ ഈക്വൽ വോളിയംസ് ഓർ പ്രപ്പോർഷനേറ്റ് ടു ഫ്ലോ ആർ മിക്സഡ് അപ്പ്. അതിനെയാണ് കോമ്പോസിറ്റ് സാമ്പിൾ എന്ന് പറയുന്നത്. വിച്ച് ഗീവ്സ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ട്രൂ സ്ട്രെങ്ത് ഓഫ് ദ സീവേജ്. അതായത് നമ്മളുടെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ നിന്നും ഈക്വൽ വോളിയം അല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഫ്ലോയ്ക്ക് പ്രപ്പോർഷണൽ ആയിട്ടുള്ള എന്തെടുക്കുക, സാമ്പിൾ ആയിട്ടുള്ള വോളിയം നമ്മൾ ഗ്രാബ് സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഗ്രാബ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ടർബുലൻസ് വരുന്ന ഭാഗത്ത് നിന്ന് എടുത്തിട്ട് അതിനെല്ലാം കൂടെ മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്യുന്നതിനെയാണ് കോമ്പോസിറ്റ് സാമ്പിൾ എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ സ്ട്രെങ്ത് ഓഫ് സീവേജ് നമുക്ക് കാണിച്ചു തരും.
The sample should be tested immediately as the characteristics are liable for change with the time. നമുക്ക് സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് മാറ്റർ ഉള്ളതാണ്, പെട്ടെന്നാണ് അതിൻ്റെ ക്യാരക്ടർ മാറുന്നതും പ്രോസസ്സുകൾ നടക്കുന്നതും. ഇനി In warm water, the sample should be stored in ice chest to prevent biochemical change in the sample. വാം വെതർ, അതായത് ഇത്തിരി ചൂടുള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് എടുത്ത സാമ്പിൾ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഐസ് ചെസ്റ്റിലോ മറ്റോ സ്റ്റോർ ചെയ്ത് വെക്കണം. കാരണം അതിൽ പിന്നീട് ചൂട് കാരണം വേറെ പ്രോസസ്സുകൾ സംഭവിക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഫോർ സർട്ടൻ സാമ്പിൾസ് പ്രിസർവേഷൻസ് ലൈക്ക് ക്ലോറോഫോം, ഫോർമാൽഡിഹൈഡ്, H2SO4 എക്സെട്ര ആർ ഓൾസോ ആഡഡ്. ചില സാമ്പിൾസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് അതിൽ വേറെ ചേഞ്ച് സംഭവിക്കാണ്ടിരിക്കാനായിട്ട് ക്ലോറോഫോം, ഫോർമാൽഡിഹൈഡ്, അതുപോലെ H2SO4, സൾഫ്യൂരിക് ആസിഡ്, അങ്ങനെയുള്ള സാധനങ്ങളും ആഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു സംഭവം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ബാക്കി സാമ്പിൾസ് ആർ കളക്റ്റഡ് ഇൻ ക്വാർട്സ് ബോട്ടിൽ. ക്വാർട്സിൻ്റെ ബോട്ടിലാണ് നമ്മൾ ഈ ഒരു സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ബോട്ടിൽസ് ആർ തറോലി ക്ലീൻഡ് ആൻഡ് സ്റ്റെറിലൈസ്ഡ്. ബോട്ടിൽ ഷുഡ് ബി ഫിൽഡ് വിത്ത് സാമ്പിൾ കംപ്ലീറ്റ്ലി വിത്തൗട്ട് ലീവിങ് എനി എയർ ഇൻ ദി ബോട്ടിൽ. ബോട്ടിൽ എയർ ഇല്ലാത്ത രീതിയിൽ വേണം, കാരണം പിന്നീട് എയറുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് പാടില്ല. സ്റ്റോപ്പർ ഷുഡ് ബി ഫേംലി ഇൻസേർട്ടഡ് ആൻഡ് ടൈഡ് വിത്ത് എ പീസ് ഓഫ് ക്ലോത്ത്. ദെൻ bottle should be labeled giving the details like sample number, time of collection, date and place of collection. ഓക്കെ, നമ്മുടെ ആ സാമ്പിളിൻ്റെ ബോട്ടിലിൻ്റെ പുറത്ത് നമ്മളുടെ എവിടെ നിന്നാണ് എടുത്തത്, എത്രാമത്തെ നമ്പർ ഓഫ് സാമ്പിളാണ്, ടൈം എപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏത് ദിവസമാണ് എടുത്തിട്ടുള്ളത്, ഏത് സ്ഥലത്തു നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ദ സാമ്പിൾ ഹാവ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ദി ലബോറട്ടറി കെയർഫുള്ളി ആൻഡ് ക്വിക്ക്ലി ഫോർ ടെസ്റ്റിംഗ്. നേരത്തെ പറഞ്ഞ തന്നെ പെട്ടെന്ന് തന്നെ ഇത് സാധനം കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, കെമിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതും സ്ഥിരമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്. അതിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തൊക്കെയാണ്, കളർ, ഓർഡർ, ടെമ്പറേച്ചർ, ടർബിഡിറ്റി. നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല കേട്ടോ. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഫീൽ ചെയ്യാൻ കഴിയുന്ന, സെൻസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഫിസിക്കൽ എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ കളർ, അതുപോലെ ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെല്ല്, ടെമ്പറേച്ചർ, ടർബിഡിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. പിന്നെ വരുന്നത് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോളിഡ്സ്, അതർ കെമിക്കൽ സബ്സ്റ്റൻസസ്, ഗ്യാസസ്. ദെൻ അതെന്ന് പറഞ്ഞാൽ നമുക്ക് കെമിക്കൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അതുപോലെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണ്, വൈറസസ്, ബാക്ടീരിയ, ആൽഗൈ, ഫംഗൈ, ദെൻ പ്രോട്ടോസോവ, റോട്ടിഫയേഴ്സ്. ഇനി ഓരോ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. കളർ എന്ന് പറയുന്നത്, ഫ്രഷ് സീവേജിൻ്റെ കളർ എന്ന് പറയുന്നത്, ഫ്രഷ് സീവേജ് ഹാസ് യെല്ലോയിഷ് ഗ്രേ ഓർ ലൈറ്റ് ബ്രൗൺ കളർ. ദ സ്റ്റെയിൽ ഓർ സെപ്റ്റിക് സീവേജ് ഹാസ് ബ്ലാക്ക് ആൻഡ് ഡാർക്ക് ബ്രൗൺ കളർ. അതർ കളേഴ്സ് ഇൻ സീവേജ് ആർ ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഡൈസ്, എക്സെട്ര. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഷ് നമ്മളുടെ കളർ എന്ന് പറയുന്നത്, ഫ്രഷ് സീവേജിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് ഗ്രേ കളറായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് ഫ്രഷ് ആയിട്ടുള്ള സീവേജിന് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കുറച്ച് സ്റ്റെയിലായിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ സെപ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതായത് കുറച്ചും കൂടെ പഴയതാണെന്നുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും, ബ്ലാക്ക് ഓർ ഡാർക്ക് ബ്രൗൺ ഇൻ കളറായിരിക്കും. ഓക്കെ, ഇനി മറ്റെന്തെങ്കിലും കളർ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടായിരിക്കും. കെമിക്കൽസിൻ്റെ എന്തെങ്കിലും പ്രസൻസ് കാരണം കളർ ചേഞ്ച് ഉണ്ടാവാം. അത് വല്ല ഡൈസോ അല്ലെങ്കിൽ കളർ ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡൈ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ എന്തിൻ്റെങ്കിലും പ്രസൻസ് കാരണം ആയിരിക്കാം. പിന്നെ വരുന്നത് ഓർഡറാണ്. ഫ്രഷ് ഡൊമസ്റ്റിക് സീവേജ് ഹാസ് സ്ലൈറ്റ്ലി സോപ്പി ഓർ ഓയിലി സ്മെൽ, but the stale sewage has offensive odor due to liberation of H2S and other sulfur compounds. അതായത് നമ്മളുടെ ഫ്രഷ് ആയിട്ടുള്ളതിന് സാധാരണ ഒരു സോപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓയിലി ആയിട്ടുള്ള സ്മെല്ലായിരിക്കും ഉണ്ടാവുക. പക്ഷെ കുറച്ചും കൂടെ സ്റ്റെയിലായി കഴിയുമ്പോൾ അതിന് എന്താ പറയുക,
ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടല്ലോ H2S, ആ ഒരു വാതകം പുറത്തേക്ക് വിടുകയും ചെയ്യും. അതുപോലെ തന്നെ സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഗ്യാസസ് പുറത്തേക്ക് വിടുന്നതിന് അനുസരിച്ചിട്ട് എന്ത് പറ്റും, ഒഫെൻസീവ് ആയിട്ടുള്ള സ്മെല്ല് ഉണ്ടാവാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ് വരുന്ന ടെമ്പറേച്ചറാണ്. സാധാരണ രീതിയിൽ സ്ലൈറ്റ്ലി ഹയർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ സപ്ലൈഡ്. അതായത് നമ്മളുടെ സീവേജിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സപ്ലൈ ചെയ്ത വാട്ടറിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. റൈസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡ്യൂ ടു ബയോളജിക്കൽ ആക്ടിവിറ്റി കാരണമാണ് അതിൽ ടെമ്പറേച്ചർ കൂടാനായിട്ട് കാരണം. ടർബിഡിറ്റി എന്ന് പറയുന്നത് സർഫസ് ഈസ് സീവേജ് ഈസ് നോർമലി ടർബിഡ് resembling dirty dishwater or wastewater from bath having other floating matter, fecal matter etc. അറിയാലോ, ടർബിഡ് ആയിരിക്കും, നമ്മൾ സാധാരണ കാണാറുള്ള പോലെ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൽ ഫസ്റ്റ് സോളിഡ്സ് ആണ്. സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീവേജ് കണ്ടെയ്നിങ് ബോത്ത് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സോളിഡ്സ്. These solids are present in the form of settlable, suspended solids, colloidal particles and dissolved solids. സോളിഡ്സ് 3 തരത്തിലുണ്ടാവാം. സസ്പെൻഡഡ് ആയിട്ടോ അല്ലെങ്കിൽ കൊളോയിഡലായിട്ടോ ഡിസോൾവ്ഡ് ആയിട്ടോ നിൽക്കാം. Settlable solids can be removed by sedimentation, but removal of the dissolved and colloidal requires some biological treatment. It is estimated that 1000 kg of sewage contain approximately 0.45 kg of solids, which 0.225 kg in dissolved form, 0.125 kg in suspension and 0.112 kg in settlable form. അതായത് നമ്മളുടെ നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഫർദർ ഇറ്റ് ഈസ് നോട്ടഡ് ദാറ്റ് 100 parts of solid contain approximately 45 parts of organic solids and 55 parts of inorganic solids. അതായത് നമുക്കിവിടെ നമ്മുടെ സാധാരണ രീതിയിൽ, അതായത് സോളിഡ്സ് എന്ന് പറയുന്ന 3 രീതിയിലാണ്. ഡിസോൾവ്ഡ് ആയിട്ടുണ്ടാവാം, അതുപോലെ സസ്പെൻഡഡ് ആയിട്ടുണ്ടാവാം, കൊളോയിഡൽ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ സസ്പെൻഡഡ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ സെറ്റിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കതിനൊരു സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് വഴി അതിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം ഡിസോൾവ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കൊളോയിഡൽ രീതിയിലിരിക്കുന്ന പാർട്ടിക്കിൾസിനെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തേ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു 1000 കിലോഗ്രാമിൽ 0.45 കിലോഗ്രാംസ് എങ്കിലും എന്തുണ്ട്, സോളിഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ 0.225 കിലോഗ്രാം ഡിസോൾവ്ഡ് ഫോമിലും 0.125 കിലോഗ്രാം സസ്പെൻഡഡ് ആയിട്ടും 0.112 കിലോഗ്രാം സെറ്റിലബിൾ ഫോമിലായിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 100 പാർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സോളിഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 45 പാർട്സ് ഓർഗാനിക് സോളിഡ്സും ബാക്കി 55 പാർട്സ് ഇനോർഗാനിക് സോളിഡ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താ പറയുക, അതർ കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. Sewage may also contain proteins, carbohydrates, fat, oil, gas, greases, phenols, etc. In addition to the above, sewage may contain chloride, compounds of nitrogen, phosphorus, sulfur, alkaline substance, toxic compounds and heavy metals. Gases, sewage contain dissolved oxygen, hydrogen sulfide, carbon monoxide and methane, etc. Then biological characteristics are sewage may contain a wide range of microorganisms. These include viruses, bacteria, algae, fungi, protozoa, rotifiers, etc. These organisms may be aerobic, anaerobic and or facultative in nature. Aerobic bacteria എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയറിൻ്റെ ഓക്സിജൻ്റെ പ്രസൻസിൽ എന്താ പറയുക, അതിന് വളരാനും ജീവിക്കാനും കഴിയുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു വാട്ടർ മീഡിയത്തിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഓക്സിജൻ്റെ പ്രസൻസിൽ വളരാനും ജീവിക്കാനും കഴിയുന്ന ബാക്ടീരിയസിനെയാണ് നമ്മൾ എയറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ എയറോബിക് എന്ന് പറയുന്നത് ആബ്സെൻസിൽ, ഓക്സിജൻ്റെ ആബ്സെൻസിലും സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയനാണ്. അതേസമയം ഫാക്കൽറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 2 കണ്ടീഷൻസിലും, അതായത് ഓക്സിജൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എന്ത് ചെയ്യും, അവിടെ എക്സിസ്റ്റ് ചെയ്യും, അതിനവിടെ സർവൈവ് ചെയ്യാനായിട്ട് കഴിയും. അത്തരം ബാക്ടീരിയയാണ് ഫാക്കൽറ്റേറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ആ 3 ടേംസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ വരുന്നത് അനാലിസിസ് ഓഫ് സീവേജ് ആണ്.
അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ സീവേജിന് ചെയ്യാറുള്ളത്, എന്തൊക്കെയാണ്? ടോട്ടൽ സോളിഡ്സ്, ഓക്സിജൻ ഡിമാൻഡ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, pH വാല്യൂ, ക്ലോറൈഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സീവേജിൻ്റെ അനാലിസിസ് ആയിട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, താങ്ക് യു.